Hello everyone, welcome to Q3 World. ഇന്ന് വളരെ ഈസി ആയിട്ടും ട്രിക്കി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ അടുത്ത വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഷുഗറിൻ്റെ യെല്ലോ ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. 2 മുതൽ 3 ഡ്രോപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലൊരു ബ്രൈറ്റ് യെല്ലോ കളറിൽ കിട്ടാൻ വേണ്ടി 2-3 ഡ്രോപ്പ് വരെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പതുക്കെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രീം മിക്സ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ഒരു ക്രീം ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കേക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലവർ നെയിലിൻ്റെ മേലേക്ക് ഫ്ലവർ പൈപ്പ് ചെയ്യാൻ എടുക്കുന്ന 100-ൻ്റെ R11 എന്നൊരു നോസിലാണിത്. നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോസിൽ വെച്ച ഒരുപാട് ഡിസൈനുകൾ നമ്മൾ മുന്നേയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സൈഡിലും യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ക്രീം ഇങ്ങനെ റൗണ്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തിൻ ലെയർ ആയിട്ടുള്ളൊരു യെല്ലോ കളർ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഇതേപോലെ ഐസിനേഫ് യൂസ് ചെയ്തൊന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ സൈഡ് യെല്ലോ കളറിലും മുകളിൽ വൈറ്റ് കളറും ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ടത് ഇതേപോലത്തെ ലിച്ചി ഡ്രിങ്കിൻ്റെയോ ഫ്രൂട്ടിയുടെയൊക്കെ കൂടെ കിട്ടുന്ന ഈ ഒരു സ്ട്രോ ആണ്. ഈ ഒരു സ്ട്രോ യൂസ് ചെയ്തിട്ടാണ് കേക്കിൻ്റെ മേലെ വെക്കാനുള്ള ഫ്ലവർ പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പൈപ്പ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. സ്ട്രോയുടെ ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് കുറച്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ പൈപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ചൊന്ന് 1 ഇഞ്ച് സൈസ് മുകളിലേക്കാക്കിയിട്ട് നമ്മൾ ഫ്ലവർ നെയിലൊക്കെ പൈപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ജസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്രയും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. മുറിയുന്നത് വരെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. മുറിഞ്ഞു പോയാൽ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. 3-4 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസിലുള്ള റോസായിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഒറിജിനൽ റോസിനെ പോലെ തന്നെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റോസാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റോസ് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കേക്കിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്ത് ഈ ഒരു സ്ട്രോ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. കേക്കിൻ്റെ സൈഡിലേക്കായിട്ടൊരു 4-5 ഫ്ലവേഴ്സാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രോ ഒന്ന് മേലെ തിരിച്ച് കൊടുക്കുക. നമ്മൾ പൈപ്പിംഗ് നോസിലിങ്ങനെ പൈപ്പ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുറിഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ഏത് പൊസിഷനിലാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഈ സ്ട്രോ ഒന്ന് കുത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ആദ്യമായി ചെയ്യുമ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് വീണ്ടും ചെയ്ത് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഫ്ലവർ നെയിലിൻ്റെ മേലെ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും ഈസി ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ടുള്ള ക്രീമും എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ് ഇത്. സ്ട്രോയിൽ നിന്നും ഊരിപ്പോകുന്നു തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ സ്ട്രോ ഒന്ന് നല്ലോണം തുടച്ചു കൊടുത്ത് അതിൽ ക്രീമൊന്നും ഇല്ലാതെ നന്നാക്കി ഒന്ന് ഡ്രൈ ആക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കേക്കിൽ അപ്ലൈ ചെയ്ത് നോക്കണം. നമുക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പെർഫെക്റ്റായി വരുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഒരു 5 ഫ്ലവേഴ്സാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ സൈഡിലേക്കായിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒറിജിനലിനെ വെല്ലുന്ന അടിപൊളി ഫ്ലവേഴ്സാണ് നമ്മളിവിടെ പൈപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ ഫ്ലവേഴ്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലും സൈസിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജെൽ കളർ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ഗ്രീൻ ലീവ്സും കൂടെ ഫ്ലവേഴ്സിൻ്റെ ഇടയിലും എൻഡിലൊക്കെ ആയിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസ് സൈഡിൽ ഇതേപോലെ ഒരു ബോട്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെൻറ്ററിൽ ഫോണ്ടൻറ്റ് വെച്ചോ പൈപ്പിംഗ് ജെല്ല് യൂസ് ചെയ്തോ പേര് എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. ഈ ഒരു ടെക്നിക്കും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ബേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.